പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ 23 വ്യാഴം. പുറപ്പാട് പുസ്തകം 24 അധ്യായം 7 വാക്യം. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിക്കുകയും നടക്കുമെന്ന് അവർ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാനവചനത്തിൽ വെളിപ്പെടുന്നതായ സത്യം ഇതാണ്: ദൈവത്തോടുള്ളതായ യഥാർത്ഥ ബന്ധം വാക്കുകളിൽ ഉപരി അനുസരണത്തിൽ തെളിയണം എന്നതാണ്. നാം വചനം കേൾക്കുന്നവരാണ്, പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നവരാണ്, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. എന്നാൽ ഈ കേൾവികൾ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റുന്നു എന്നതാണ് പ്രധാന ചോദ്യം. കേൾക്കൽ വിശ്വാസത്തിന്റെ തുടക്കമാണ്, എന്നാൽ അനുസരണം അതിന്റെ തെളിവാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ചെവികളിൽ മാത്രം നിൽക്കാതെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നമ്മുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുമ്പോഴാണ് അത് ജീവിക്കുന്ന വചനമായി മാറുന്നത്. വചനം കേൾക്കുന്നവർ മാത്രം ധന്യരല്ല, അതനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ധന്യൻ. ദൈവവചനം ഒരു വിത്ത, അതനുസരണത്തിന്റെ മണ്ണിൽ വീണാൽ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ. അതായത് വചനം കേൾക്കുന്നത് ഒരു തുടക്കം മാത്രമാണ്, അതിനെ ജീവിതത്തിൽ നടപ്പാക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നത്. ഒരിക്കൽ ഒരു വിദ്യാർത്ഥി തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, എങ്ങനെ ഞാൻ ജ്ഞാനിയായിത്തീരും? ഗുരു അവനൊരു പുസ്തകം കൊടുത്ത് വായിക്കാൻ പറഞ്ഞു. വിദ്യാർത്ഥി ആ പുസ്തകം മുഴുവനായി വായിച്ചു, പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒന്നും മാറ്റിയില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷം ഗുരു അവനോട് ചോദിച്ചു, നീ വായിച്ചതിൽ നിനക്കെന്താണ് മാറ്റം ഉണ്ടായത്? വിദ്യാർത്ഥിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, വായിച്ചതുകൊണ്ട് നീ അറിവ് നേടിയേക്കാം, എന്നാൽ അനുസരിച്ചുകൊണ്ടാണ് നീ മാറുന്നത്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: അറിവ് മാത്രം പോരാ, അനുസരണമാണ് ജീവിതത്തെ മാറ്റുന്നത് എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ചോദിക്കാം: ഞാൻ വചനം കേൾക്കുന്നവനായി മാത്രം തുടരുകയാണോ, അതോ അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്? കേൾക്കൽ ആത്മാവിനെ ഉണർത്തും, പക്ഷെ അനുസരണം അതിനെ മാറ്റും. വചനങ്ങൾ കേൾക്കുന്നവൻ ശിഷ്യനാകാം, എന്നാൽ അനുസരിക്കുന്നവനാണ് സാക്ഷിയായി മാറുന്നത്. ദൈവം നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ ജീവിതമാണ് നോക്കുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ പ്രതിജ്ഞ നമുക്കെടുക്കാം. വചനത്തിൽ ഇസ്രായേൽ ജനങ്ങൾ പറഞ്ഞതുപോലെ നമുക്കും പറയാം: യഹോവ കൽപ്പിച്ച സകലവും ഞങ്ങൾ അനുസരിക്കും. കേൾക്കുന്നതിൽ മാത്രം തൃപ്തരാകാതെ അനുസരിക്കുന്ന ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ആ ദൈവത്തിൻ്റെ മഹത്വത്തിനായുള്ള സാക്ഷ്യമായിട്ട് മാറുകയുള്ളൂ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഞങ്ങൾ നിന്റെ വചനത്തിൽ കേൾക്കുന്നവരായി മാത്രമല്ല, അതനുസരിക്കുന്നവരായി മാറുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് നിന്റെ ഇഷ്ടം മനസ്സിലാക്കി ദിവസേന നിന്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിനായി ഒരു സാക്ഷ്യമായി തീരുവാൻ ഇടയായി തീരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.